ഭാരവാഹികൾക്കായി സ്തോത്രം, എല്ലാ ചാപ്റ്റേഴ്സിനായി സ്തോത്രം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഹല്ലേലൂയ പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ നവംബർ മാസത്തിലെ പ്രാർത്ഥനാ ധ്വനിയുടെ ഖത്തർ ചാപ്റ്ററിന്റെ ആമേൻ പ്രാർത്ഥനാ മീറ്റിംഗ് ഈ സൂമിൽ കൂടി ഇന്ന് രാത്രിയിൽ കണ്ടക്ട് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതിനായി നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാൻ. കർത്താവിന്റെ വരവ് താമസിച്ചത് കൊണ്ട് ദൈവസേനയിൽ കടന്നു വന്ന് നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പാനുമായ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ, എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ, പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി കരവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദുഃഖിതർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആശ്വാസം ലഭിക്കുവാൻ, സമാധാനത്തിനായി, സന്തോഷത്തിനായി, സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി, ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിനായി, വിടുതലിനായി, ശക്തിക്കായി ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പാർക്കുന്ന രാജ്യങ്ങൾക്ക്, നമ്മൾ ഹാലലുയ ജനിച്ചു വളർത്തപ്പെട്ട രാജ്യങ്ങൾക്ക്, കർത്താവിന്റെ വേലയ്ക്ക്, ദൈവദാസന്മാർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, അനേകരെ തീയിൽ നിന്ന് ഈ ദിവസങ്ങൾ വലിച്ചെടുത്ത് ദൈവപ്രവൃത്തി സാധൂകരിക്കപ്പെടുവാൻ ഇടയാകുന്നതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. രക്തത്താൽ ജമെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായി ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എളിവരാകുന്നു ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പാനുമായ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവോട് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തീർക്കണമേ. നല്ലവണ്ണം പാടുവാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാടി ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തീർക്കണമേ, വിടുതലാക്കി തീർക്കണമേ കർത്താവേ. അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരവാൻ ദൈവോടൊന്ന് കൃപ ചെയ്യണമേ. ദൈവമോ രാപ്പുകൾ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകി ദൈവോടൊന്ന് മാനിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിപ്പാനായിട്ട് എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി പ്രിയ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഖത്തർ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് കർത്താവേ ബെൻസൺ ദാനിയേൽ പാഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർക്കുന്നു. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാ ചാപ്റ്ററുകളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന് ചുമതല വഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് സഹായിച്ച് അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ അല്പസമയം അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ, പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണമേ. നിങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തിക്കാട്ട്. ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചാട്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ ആമീൻ ആമീൻ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരുമിച്ച് ഈ മാസത്തിൽ വീണ്ടും സൂം പ്ലാറ്റ്ഫോമിൽ കൂടി കൂടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ബെൻസൺ ദാനിയേലും നമ്മുടെ മധ്യമുണ്ട്. ഇന്ന് ഗാനങ്ങൾ പാടുന്ന നമ്മുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബ്രദർ ആൽബർട്ടിനെ ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ കർത്താവ് സഹായിച്ചല്ലോ, കൂട്ടിവരുത്തി. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ ബിജുവിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ അക്വിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങൾ ഒരുമിച്ച് പാടുന്നത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനായിട്ട് സഹോദരങ്ങളെ ക്ഷണിക്കാം. ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വേർതിരിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കിയ കൃപകൾക്കായി ഇന്ന് രാത്രി നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. അല്പനിമിഷങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിന് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഹാലേലൂയ നിമിഷങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു. ഇന്ന് രാത്രി കാണുവാൻ ആഗ്രഹിച്ച അനേകം പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി കാലം കാണുവാൻ കഴിയാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹാലേലൂയ, ഇന്ന് രാത്രി കാലം കർത്താവ് നമ്മെ ജീവനോടെ നിർത്തിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഹാലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും, സാഹചര്യങ്ങൾ എത്ര മാറി മറിഞ്ഞാലും ഹാലേലൂയ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് പറയുവാനുള്ളത് ഹാലേലൂയ, ഞാൻ എന്റെ യഹോവയെ എല്ലാ കാലത്തും സ്തുതിക്കും. ഹാലേലൂയ. അത് സന്തോഷകാലമായിരുന്നാലും സന്താപകാലമായിരുന്നാലും ഹാലേലൂയ, ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. ഹാലേലൂയ. നമുക്കറിയാവുന്ന ഒരു കാലം ഒരുമിച്ച് ചേർന്ന് പാടും. ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ചേർന്ന് പാടി ആത്മാവിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Hallelujah.
ഇപ്രകാരം പറയാൻ കഴിയുമോ? വരുവിനേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന്റെ പലവിധമായ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ കർത്താവിനെ രുചിച്ചറിഞ്ഞവരാണ്. ഇന്ന് രാത്രി കേൾക്കുന്നത് എനിക്കറിയാം. ഇന്ന് രാത്രി ആ കണ്ണുകളെ അല്പനിമിഷങ്ങൾ അടച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ കർത്താവിനെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അല്പനിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശോധനകൾ വരികിൽ മനം പതരാതെ ആശ്രയിച്ചിടുകയും ഹല്ലേലൂയ കർത്താവ് തരുന്നതാണ് ബലഹീനതയിൽ കവിയുന്ന ഒരു ദൈവിക കൃപ. ഇന്ന് രാത്രി അവൻ നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലേക്ക് ഒന്ന് പിന്നോക്കിയാൽ ഹല്ലേലൂയ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ദൈവമക്കളെ നാം നിന്നതല്ല. ഹല്ലേലൂയ. അവന്റെ കൃപ നമ്മോട് കൂടെ ഇരുന്നത് മാത്രമേ ഇന്ന് രാത്രി നമുക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമുക്ക് പറയാനുള്ളൂ അവന്റെ കൃപയൊന്നു മാത്രം. ഹല്ലേലൂയ. അവന്റെ കൃപയൊന്നു മാത്രം. ഹല്ലേലൂയ. അവന്റെ കൃപയൊന്നു മാത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ കർത്താവിനെ രുചിച്ചറിഞ്ഞ ദൈവമക്കൾ അല്പനിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. അവസാനമായി പാട്ടുകാരി പ്രകാരം പറയും, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. ഹല്ലേലൂയ. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തെന്നറിയും. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. അധികം സമയം താമസിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ ഈ നശ്വര ലോകം നാം വിട്ടു പിരിയും. ഹല്ലേലൂയ. ഈ കരയിൽ ഹല്ലേലൂയ നാം എന്തെല്ലാം നേടിയെന്നുള്ളത് ഹല്ലേലൂയ അക്കരെ ചെല്ലുമ്പോൾ നാം മനസ്സിലാക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാദിവേഗം. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാദിവേഗം. ധ്യാനത്തോടെ അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. വിശ്വാസത്തോടെ ചേർന്ന് പാടാം. ലോകം വെറുത്തോർ വിലനാമം നാൾ അറിയും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ലോകം വെറുത്തോർ വിലനാമം നാൾ അറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ. ഇന്ന് രാത്രി വിളിച്ചറിഞ്ഞ ദൈവമക്കൾ ഹല്ലേലൂയ. വരുവിൻ യേശുവിനരികിൽ ഹല്ലേലൂയ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. ഒരിക്കൽ കൂടി വരുവിൻ യേശുവിനരികിൽ. ഹല്ലേലൂയ. ശമന ഹദരഗണക ശമനനാഥനാദി രുചിച്ചറിയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ബിജു ബ്രദറിനും ആൽബർട്ട് ബ്രദറിനും പ്രിയ അക്വൻ ബ്രദറിനും ഒരുമിച്ച് ഇന്ന് രാത്രി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയായിരുന്നു. അത് നമ്മുടെ ജീവന്, നമ്മുടെ ആത്മാവിന് ചൈതന്യം പകരുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്ന ആ ദൈവീയ ശക്തി ആവരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾക്കായി പാടിയവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഏതൊരു ശുശ്രൂഷയിലും പ്രാർത്ഥനയ്ക്കും ദൈവവചന ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഓർഡറിലാണല്ലോ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രാർത്ഥന അതിനൂടെ ഖത്തർ ചാപ്റ്റർ ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റ് ആൻഡ് പ്രേയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ഖത്തർ ചാപ്റ്ററിൻ്റെ പേരിലും ഞാൻ വീണ്ടും വന്ദനം ചെയ്യുന്നു. ഈ മീറ്റിംഗ് നമുക്കറിയാം
9:30 വരെയാണ്. കറക്റ്റ് 9:30 നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അതുകൊണ്ട് ദയവായി ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാവരും തന്നെ അവസാന നിമിഷം വരെയും ഇതിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഹംബിളായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നേതൃത്വം കൊടുക്കുന്നത് ബദായി പിസയിൽ ആമേൻ അംഗമായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ജോൺ സൗമേൽ അവറുകളാണ്. പ്രിയ ദൈവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദയവായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ദൈവം തന്നിട്ടുണ്ട്. വി ഷുഡ് പ്രേ പ്രോപ്പർലി, വി ഷുഡ് പ്രേ പർപ്പസ്ഫുള്ളി ആൻഡ് വി ഷുഡ് പ്രേ പെർസിസ്റ്റന്റ്ലി. ആമേൻ. പ്രാർത്ഥനയുടെ ഫലവത്തായ പ്രാർത്ഥനയെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രയർ ഇൻ ഫെയ്ത്ത്. ആമേൻ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. വീണ്ടും അതേ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ആമേൻ ഫ്രൂട്ട്ഫുൾ പ്രയർ. ആമേൻ. ഏലിയാവ് പ്രാർത്ഥിച്ച വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ഏണസ്റ്റ് പ്രയർ. ഇന്ന് രാത്രി നമുക്ക് ഏണസ്റ്റായിട്ട് ദൈവസന്നിധിയിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനായിട്ട് എല്ലാവരെയും ദൈവാത്മാവ് ഒരുക്കട്ടെ. അവസാനമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ പ്രിയ സഹോദരൻ ഈ സൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരൻ എബ്രഹാം വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖവരെ ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം. പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി ഇവാഞ്ചലിസ്റ്റ് ജോൺ സൗമേലിനെ ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ ധ്വനിയിൽ നാം ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം പറയുന്നപ്പെടുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെ മുന്നിലുള്ള സമയപരിധിക്ക് അനുസരിച്ച് പെട്ടെന്ന് ഓരോ പ്രിയപ്പെട്ടവർ, ദൈവാത്മാവ് ഹേമിക്കുന്ന പ്രിയപ്പെട്ടവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഇന്ത്യയിലെ ഗുജറാത്തിന്റെ പ്രദേശത്ത് നിന്ന് ഒരു ചെറിയ സംരംഭമായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ ആരംഭിച്ച ഈ പ്രാർത്ഥന ധ്വനി ഇന്ന് ഭൂലോകമെമ്പാടും മുഴങ്ങി കേൾക്കുന്ന ഒരു സംഗമമായിട്ട് മാറിയിരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ധ്വനി പ്രയർ ഗ്രൂപ്പിന്റെ എല്ലാ ചാപ്റ്ററുകളെയും വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേലിനെയും കുടുംബത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന അനേകർക്ക് ഒരു ആശ്വാസവും വിടുതലുമായി തീരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ധ്വനി പ്രയർ ഗ്രൂപ്പ് ഇന്ന് ഭൂലോകം എമ്പാടും പരന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ലോകത്തിന്റെ 5 വൻകരയിൽ ഇതിന്റെ വലിയൊരു ആത്മ പകർച്ച നടക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഹേമിക്കുന്ന ഒരു വ്യക്തിക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ലൊരു സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പ്രാർത്ഥന ധ്വനിയുടെ ദൈവമേ ഹല്ലേലൂയ ഈ മീറ്റിംഗ് സെഷനില് ദൈവമേ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവമേ പാട്ടുകൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വരിപ്പാൻ ദൈവം സാവകാശങ്ങൾ ഒരുക്കാനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇപ്പോൾ ഹല്ലേലൂയ വിഷയങ്ങൾ പറയപ്പെട്ട വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ ഈ പ്രാർത്ഥന ധ്വനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ആമേൻ. എവിടെയൊക്കെ ദൈവമേ ഇതിന്റെ ചാപ്റ്റേഴ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ആമേൻ, ആ പ്രാർത്ഥന ധ്വനിയുടെ എല്ലാ ചാപ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നുള്ളൂ കർത്താവെ. അവിടെ ലീഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. എല്ലാവരെയും ദൈവമേ അങ്ങ് ബലപ്പെടുത്തുമാരെന്ന് പ്രാർത്ഥിക്കുന്നു. അത് വീണ്ടും ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലേക്ക് നയിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കുമാരെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് മുൻപായ ദൈവമേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ദൈവമേ ബെൻസൺ പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാരെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥന ധ്വനിയെ തുടങ്ങുവാൻ ദൈവം സഹായിച്ചല്ലോ. അനവധി വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുള്ള വേദികൾ ദൈവമേ ഒരുക്കിയനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസിനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ചാപ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ ഖത്തർ ചാപ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ.
കർത്താവെ നിന്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിന്റെ ചെയർമാന് വൈസ് ചെയർമാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവമേ അങ്ങ് ബലപ്പെടുത്തുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവമേ കൂട്ടായ്മകൾ കടന്നു പോകുവാൻ ഇടയാക്കണമേ. അത് അനേകർക്ക് ഒരു ആശ്വാസത്തിന് വിടുതലിന്റെ കാരണമാക്കി തീർക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ഓരോ വിഷയങ്ങളും ദൈവമേ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുവാന് അതിന് മറുപടി കണ്ട ദൈവത്തെ മഹത്വീകരിപ്പാൻ ഇടയാക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് ദൈവമേ ദൈവദാസൻ ജോൺ ഷമേൽ പാസ്റ്ററിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ബലപ്പെടുത്തണമേ, അങ്ങ് ശക്തീകരിക്കുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്തുവാനെ, ദൈവം ബലപ്പെടുത്തുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വിഷയത്തിന് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുവാനെ എല്ലാവരെയും പ്രാർത്ഥിപ്പാൻ ദൈവമേ അങ്ങ് ബലപ്പെടുത്തുവാനെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൃപയിൽ മറച്ചുകൊള്ളാം. സകലമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയായിട്ട് ഞാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. അതിലൂടെ ദൈവത്തിന്റെ വലിയ വിടുതലുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനേക പ്രിയപ്പെട്ട കഴിഞ്ഞ ദിനം പല പ്രിയപ്പെട്ടവരും വിശേഷാൽ നമ്മുടെ പ്രാർത്ഥന ധ്വനിയിലൂടെ പ്രാർത്ഥന അയച്ചവരുണ്ട്. സർജറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷനായി പ്രാർത്ഥന അയച്ച ഒരു എം മാത്യു ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആലപ്പുഴയിലെ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സാബു പാസ്റ്റർ, അദ്ദേഹത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സെബാസ്റ്റ്യന്റെ മകൻ ടൂഫേസ്, ആ പൈതലിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരൊക്കെ ഇന്നലെ നമ്മളോട് പ്രാർത്ഥന അയച്ചിട്ടുണ്ട്. നാം ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. എങ്കിൽ തന്നെയും നാം ഇവിടെ ഇരുന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഓടുന്ന വചനം, അത് ദൈവത്തിന്റെ വിടുതലിന്റെ വചനം അയച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് പരിപൂർണ സൗഖ്യം കൊടുത്ത് അവർ ഹോസ്പിറ്റൽ വിട്ട് ഡിസ്ചാർജ് ആയി ഭവനങ്ങളിൽ മടങ്ങി പോകാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല നേരത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ചുരുക്കം ചിലരായി കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവ് പറയപ്പെട്ട വിഷയങ്ങളെ കർത്താവ് തിരുക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് ആമേൻ. ഹല്ലേലൂയ. പ്രയർ റിക്വസ്റ്റ് ആയിട്ട് ഞങ്ങളോട് അപേക്ഷിച്ച കർത്താവ് ആമേൻ, പ്രിയപ്പെട്ടവർക്ക് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അവർ കർത്താവ് രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ കർത്താവെ, രോഗത്താൽ കർത്താവെ ഭാരപ്പെടുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ കരം വെച്ച് കർത്താവിനെ സൗഖ്യമാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ വചനം വിടുവിക്കുന്ന ദൈവത്തിന്റെ വചന നാനാവ്യാധിക്കാരെ സൗഖ്യമാക്കുന്ന കർത്താവെ, സൗഖ്യമാക്കിയ കർത്താവെ, അങ്ങയുടെ വചനത്തെ അയച്ച് കർത്താവിനെ സൗഖ്യമാക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, കർത്താവിൽ സന്തോഷിപ്പാൻ ഇടയാകേണ്ടതിനായി ഞങ്ങൾ കർത്താവെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവ്. പിന്നെയും പ്രാർത്ഥിപ്പാനായി ഞങ്ങളെ ബലപ്പെടുത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയായിട്ടിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. ലോകമെമ്പാടും അനേക ക്രൈസ്തവർ പലവിധ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഈ രാത്രികാലം നാം അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് കടംപെട്ടിരിക്കുന്നു. നമുക്ക് അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ നേരെ പലവിധ അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ബൈബിൾ വേണ്ടുമെന്ന് ഉപയോഗിക്കാൻ സാധിക്കാതെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉള്ള രാജ്യങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മതപരിവർത്തനത്തിന്റെ പേരില് കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാരുണ്ട്. അത് ഒരു ജാമ്യം പോലും കിട്ടാതെ വളരെ കഷ്ടം അനുഭവിക്കുന്ന ദൈവഭക്തന്മാരുണ്ട്. നമുക്ക് ഈ രാത്രികാലം അവരെയൊക്കെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചാൽ വലിയ പ്രവൃത്തി കാണുവാനെ കൊണ്ട് വരും ദിവസങ്ങൾ നമുക്ക് സാധിക്കും. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവെ, നല്ല രാത്രി കാലത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ കർത്താവെ, ചാപ്റ്ററിന്റെ മീറ്റിങ്ങിനോടനുബന്ധിച്ച് കർത്താവെ അങ്ങയുടെ പാർപ്പിടത്തിൽ കടന്നു വന്ന് വരുന്നതിനിടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അനേക വിഷയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നെടുവും ജാഗരിക്കുന്നതിനൊക്കെ ഇടയങ്ങളെ ബലപ്പെടുത്തുന്നല്ലോ കർത്താവെ. ദേവദാസം പറഞ്ഞ വിഷയങ്ങൾ അങ്ങയുടെ പാർപ്പിടത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനകൾക്കും തടസ്സമായിട്ട് എന്റെ ജീവിതത്തിലുള്ള കുറവശങ്ങളൊന്നും കണക്കിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തിയിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകമെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ വിവിധ മാധ്യമങ്ങളിൽ കൂടി കർത്താവെ സുവിശേഷം പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മതസ്വാതന്ത്ര്യം ഇല്ലായിരിക്കുന്ന ദേശങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പലവിധമായ പീഡകൾ കൂടി കടന്നു പോകുന്ന ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്ന അവിടെ അനേക ദൈവദാസന്മാർ അങ്ങയുടെ നാമത്തിൽ ശുശ്രൂഷിക്കൊണ്ടല്ല കർത്താവെ. പലരും പലവിധമായ കർത്താവെ ബുദ്ധിമുട്ടുകൾ
ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങൾ കൂടി കർത്താവെ ഒക്കെയും കടന്നു പോകുന്നല്ല കർത്താവെ. ദൈവമേ സ്വാതന്ത്ര്യമില്ലായിരിക്കുന്ന സമയത്ത് കർത്താവെ അവരെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പലരും അവർ ചെയ്യാത്ത കുറ്റത്തിനും ജയിലിലാക്കപ്പെട്ടിട്ടുള്ള കർത്താവെ അവരോടൊക്കെ മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇത്രയും പേര് അവരൊക്കെയും കർത്താവെ ജയിലിൽ നിന്ന് മോചിതരാകുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമേ കർത്താവെ അവരോടൊക്കെ മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുവിശേഷത്തിന് വിരോധമായി കർത്താവെ എഴുന്നേൽക്കുന്ന പ്രിയപ്പെട്ടവരോട് അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സത്യദൈവത്തെ കണ്ടുമുട്ടുന്നതിന് കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവെ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങൾ അവരൊക്കെ കർത്താവെ ഈ സുവിശേഷത്തിന്റെ വക്താക്കളാക്കി തീർക്കുന്നതിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ ദേവദാസന്മാരെ എല്ലാ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ അങ്ങോട്ട് പാതപീഠത്തെങ്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ദൈവസ്നേഹത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. സകലോടെ കാര്യം വെച്ച് ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ലോക സമാധാനത്തിനായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എപ്പോഴും കേൾക്കുന്നു, ശ്രവിക്കുന്നു യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ചുമൊക്കെ. വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു 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 സമൂഹമാണ്, ഒരു പ്രതലമാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ദേശത്തിന്റെ സമാധാനത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഈ രാത്രികാലം ഏൽപ്പിക്കാം. ലോകത്ത് നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കണം. ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. ആ തമ്പുരാന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്ത് എപ്പോഴും സമാധാനം ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നതായി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവേ നിങ്ങൾക്ക് അവിടങ്ങളായിരുന്നു കൊണ്ട് കർത്താവേ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിപ്പാൻ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് സാവകാശനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിശേഷാൽ പ്രിയദാസൻ കർത്താവെ പറഞ്ഞ വിഷയമായി ദിവസത്തിൽ കടന്നു വരുന്ന കർത്താവെ ലോക സമാധാനത്തിനായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക കർത്താവെ യുദ്ധശ്രുതികളൊക്കെ കേൾക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ, കർത്താവെ ഹല്ലേലൂയ, കർത്താവെ നിന്നൊക്കെയും കർത്താവെ ഒരു വിടുതൽ കാണപ്പെടുവാൻ ദൈവമേ അവിടെ ഇടയാക്കുമറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സമാധാനമായ അന്തരീക്ഷ ലോകത്തുണ്ടാകുവാൻ തക്കവണ്ണം കർത്താവെ അവിടെ ഇടയാക്കുമറന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവദിനത്തിന് പാരമ്പര്യ വിഷയങ്ങളൊന്നും കടന്നു വരുവാൻ ഇടയാകാതെ കർത്താവെ അവിടുന്ന് കാത്തുപരിപാലിക്കുമറന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, കർത്താവെ ഹല്ലേലൂയ. നാളുകളിൽ കർത്താവെ അധികം ഉണർന്നു കർത്താവെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാനടികളെ കർത്താവ് ഇടയാക്കിക്കൊള്ളുമറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ വരവേറ്റവും ആസന്നമായിരിക്കുമ്പോൾ സമയങ്ങളെ തക്ക ഉപയോഗപ്പെടുത്തി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കുമറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനത്തിൽ വായിക്കുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമെന്നാലും അവരുടെ അവസാനം വല്ലതാനും എന്ന് കർത്താവെ നിങ്ങൾ വചനത്തിൽ നിന്ന് വായിക്കുന്ന കർത്താവെ. എന്നാൽ അനേകര ദൈവത്തിലേക്ക് കർത്താവെ കടന്നു വരുവാനായിട്ടുണ്ട് കർത്താവെ. ഹല്ലേലൂയ, അനേകരോട് ദൈവവചനം പറയുവാൻ അനേകര ദൈവത്തിലേക്ക് നേടുവാൻ തക്കണമൊക്കെ കർത്താവ് നിങ്ങളെ ഇടയാക്കിക്കൊള്ളുമറന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, കർത്താവെ ഹല്ലേലൂയ, കർത്താവെ. സമാധാനപരമായ അന്തരീക്ഷം ലോകത്ത് ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭാരപ്പെടുന്നതായ അവസ്ഥകള് പ്രയാസങ്ങളൊന്നും കടന്നു വരുവാൻ ഇടയാകാതെ സ്വർഗം അവിടുന്ന് കാത്തു പരിപാലിക്കുമറന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു കർത്താവെ. തുടർന്ന് കർത്താവെ പ്രാർത്ഥിപ്പാനടികളെ ബലപ്പെടുത്തേണം. അല്ലെങ്കിൽ വീണ്ടും അടുക്കാതെ പ്രാർത്ഥിപ്പാനടികൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമറന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. വേഗം വരുന്നവനെ സ്നേഹത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പിന്നെയും ചില വിഷയങ്ങളോട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ഈ ഖത്തർ ദേശത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ഭരണാധികാരികളെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഈ നാളിൽ ഇവിടെ സമാധാനവും വളരെ ശാന്തി ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനേക പ്രൊജക്റ്റുകൾ ഈ ദേശത്ത് പുതിയതായിട്ട് വരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ അനേക ദൈവജനം, അനേക സഹോദരങ്ങളും ജോലിയില്ലാതെ വളരെ ഭാരത്തോടെ വേദനയോടെ ഈ ദേശത്ത് നിൽക്കുന്നുണ്ട്. ഒരു നന്മ കിട്ടും, ഒരു നന്മ അനുഭവിക്കാം എന്നേ ഉള്ളൂ, വളരെ ആഗ്രഹത്തോടെ ഇവിടെ ആയിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ദൈവം ഈ ദിവസങ്ങൾ ഈ ദേശത്ത് അനേക പ്രൊജക്റ്റുകൾ, പുതിയ പുതിയ വർക്കുകൾ വരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ രാജാവ് ഇവിടെ വലിയ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സൂത്രം സൂത്രം സൂത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികാലം നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഖത്തർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ദേശത്തോട് ദൈവം മനസ്സറിയണമേ. അവിടെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം അവരുടെ മേലെല്ലാം ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു
കർത്താവെ ഖത്തറിലുള്ള അനേക ദൈവദാസന്മാർക്കായി ദൈവസഭകൾക്കായി കർത്താവെ ദൈവമെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു വലിയ ആത്മീയ ഉണർവ് ഖത്തർ ദേശത്തുമേ വെളിപ്പെടുവാൻ എന്റെ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പല സഹോദരി സൗരങ്ങളായിരിക്കുന്നു കർത്താവെ, അവർക്ക് വേണ്ടി വേഗത്തിൽ ദൈവം വഴികൾ തുറന്ന് മാനിക്കണമേ. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയൊരു വഴി ദൈവം ആ ദേശത്ത് തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വലിയ ദൈവ പ്രതിഫലപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. അനേക ദൈവമക്കൾ ആ ദേശത്ത് കടന്നു വരുവാൻ, അവിടെയുള്ള ദൈവസഭകളെല്ലാം ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്ത ദാസന്മാരെല്ലാം ദൈവശക്തമായി ഉപയോഗിക്കണമേ. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കരയുവാൻ അനേകരെ ഈ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രതി കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മളുടെ സഭകളിലൊക്കെ അനേക പ്രിയപ്പെട്ടവർ പലവിധ രോഗത്താല് പലവിധ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല രോഗത്തിനും സൗഖ്യദായകൻ നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. രോഗത്തിൽ നിന്ന് പരിപൂർണ സൗഖ്യം നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സ്വർഗം അയക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങ് തൊട്ടൊരു സൗഖ്യമാകുന്ന ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. നാം അത് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നാം ഒരുമനപ്പെട്ട് ഇപ്പോഴത്തെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഭകളില് നമ്മുടെ രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ വ്യാപരിപ്പാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. Praise the Lord. സൂത്രം, സൂത്രം, സൂത്രം. ഹല്ലേലൂയ. സ്തോത്രം. അർത്ഥത്തിൽ വിശ്വസനായ കർത്താവേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അപ്പച്ച നല്ല സമയത്തിനാണ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന മീറ്റിംഗ് കർത്താവിനെ അനുഗ്രഹിക്കുന്നു. അപ്പച്ച പറയപ്പെട്ട വിഷയം കരങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവസഭയിലെ കർത്താവ് ദൈവമക്കളെ കർത്താവ് രോഗത്തിലും കർത്താവ് ഭാരത ഞെരുക്കത്തിലും ആയിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, രോഗികളായ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്ന സൗഖ്യദായകൻ കർത്താവെ, നിന്റെ വിടുതൽ നീ അയക്കണമേ കർത്താവ്. ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവ് വെർച്വൽ പ്ലാറ്റ്ഫോം ആയാലും കർത്താവ് ആത്മാവിലായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മധ്യത്തിൽ അപ്പച്ച വലിയ പ്രവൃത്തി കാണി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിന്റെ സൗഖ്യം അപ്പാ നിന്റെ ആണിപ്പാടിലെ കരം വെച്ച് കർത്താവെ, അപ്പൊ നിന്റെ വചനമാക്കി സൗഖ്യം അയക്കണമേ കർത്താവ്. ഞെരുക്കത്തിലാർക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു, ഭാരതത്തിലാർക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അപ്പൊ നിന്റെ പരിശുദ്ധാത്മാവിന്റെ സമാധാനം കർത്താവ് ശക്തി ജീവിതത്തിന് പകരണമേ കർത്താവ്. ഏതിന്റെ ബുദ്ധിമുട്ടും ഞെരുക്കത്തിലും കർത്താവ് ഓർക്കം ചെയ്യുന്ന ആത്മാവിന്റെ അഭിഷേകം ജീവിതത്തിന് പകരണമേ അപ്പച്ച കർത്താവ്. പുതിയ ശക്തി, പുതിയ ബലം ഒരു ജീവിതത്തിൽ പകരണമേ കർത്താവ്. ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും കർത്താവ് വിശ്വാസത്തിൽ തള്ളിക്കളയാതെ വിശ്വാസം മുറുകെ പിടിച്ച കർത്താവെ, അത് ആത്മാവിന്റെ അഭിഷേകം ആത്മാവിന് നടത്തിപ്പിൽ കർത്താവെ, പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യണമേ കർത്താവെ. വീണ് കർത്താവ് എല്ലാ വിഷയം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവങ്ങളെ പേര് കരം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നല്ല പ്രാർത്ഥന കേട്ടുന്ന സ്തോത്രം. യേശുനാം ചോദ്യം ദൈവത്തിന് കേൾക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവ്. കർത്താവ് പ്രാർത്ഥന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം നാം ഇപ്പോൾ ദൈവസന്നിധിയിൽ ദൈവജനത്തിന്റെ മുൻപിൽ പറയുകയാണ്. അഹമ്മദ് ഹോസ്പിറ്റലില് സൗമ്യ നെറ്റോ എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരി താൻ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് പെട്ടെന്ന് തനിക്ക് എന്തൊക്കെയോ പറ്റിയിട്ട് എന്താണെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, എങ്കിലും ടെർമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. 30 ദിവസത്തേക്കകത്ത് ദോഹ വിട്ട് പൊയ്ക്കണമെന്നുള്ളത്. നാം ആ പ്രിയ സഹോദരിക്ക് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം ചെയ്യണം. ഒരു വലിയൊരു അത്ഭുത പ്രവൃത്തി ഈ 30 ദിവസത്തിനകത്ത് ഈ പ്രിയ സഹോദരിയെ തിരിച്ച് ജോലിയിൽ തന്നെ എടുക്കത്തതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല എന്ന് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രിയ സഹോദരി പ്രാർത്ഥന യാചിച്ചിട്ടുണ്ട്, നമ്മോട് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രിയ സഹോദരിയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ആ സഹോദരിയുടെ കുടുംബത്തെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരത്ഭുതം കാണുവാനായിട്ട് ദൈവം വലിയവ ചെയ്തു എന്ന് കേൾപ്പാൻ നമുക്ക് സഹായിക്കണം. അതിനായിട്ട് നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വിഷയത്തെ വഹിച്ചുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിയുടെ സമയത്തിനായി സ്തോത്രം സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി
അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പല പല സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന മനസ്സലിയുള്ള ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസൻ പറഞ്ഞതായ വിഷയത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ ആ പ്രിയ സഹോദരിയെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ, സകലവും അറിയുന്ന ദൈവമേ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഞങ്ങളുടെ സകല ബലഹീനതകളും ഞങ്ങളുടെ കുറകളും ഞങ്ങളോട് ക്ഷമിച്ച് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവെ, ഒരു വലിയ വിടുതലിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കാതെ വണ്ണം ആ പ്രിയ സഹോദരിയോട് ദൈവം മനസ്സലിവ് തോന്നി കർത്താവെ, ആ പ്രിയ സഹോദരി ആഗ്രഹിക്കുന്നതിലുപരിയായി കർത്താവെ വൻ കാര്യങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവിക അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം പ്രാർത്ഥന ധ്വനി പ്രേതരൂപയുടെ വിശേഷാൽ ഒരു പ്രാർത്ഥന വന്നിരുന്നു. അതായത് ഇന്ന് ട്രിവാൻഡ്രത്ത് ഫിന്നി പി മാത്യുവിന്റെ സഹധർമ്മിണിയും കുടുംബവും അവർ സഞ്ചരിക്കുന്ന വാഹനം കാറ് അപകടത്തിൽപ്പെട്ട് ആ പ്രിയപ്പെട്ടവരൊക്കെ ഹോസ്പിറ്റലായിരിക്കുന്നു. നാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചതാണ്. എങ്കിൽ തന്നെ നാം ഈ രാത്രികാലം ഒരുമനപ്പെട്ട ആ വിഷയത്തെ വീണ്ടും ഏൽപ്പിക്കുകയാണ്. പരിപൂർണ സൗഖ്യത്തോടെ ആ പ്രിയപ്പെട്ടവർ എത്രയും വേഗം ഹോസ്പിറ്റൽ വിട്ട് ഭവനത്തിൽ മടങ്ങി പോകാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം വലിയവ ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, പ്രാർത്ഥിച്ചോ? ഓക്കെ, പ്രാർത്ഥിച്ചോട്ടും. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ വാഴ്ത്തുന്ന കർത്താവേ, ഹല്ലേലൂയ പറയപ്പെട്ട വിഷയമായ ദിവസത്തിൽ കടന്നു വരുന്ന കർത്താവേ, ഇന്ന് കാലം കർത്താവേ, ഹല്ലേലൂയ ആക്സിഡന്റ് കർത്താവേ, കർത്താവേ വളരെ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന കർത്താവേ, പ്രിയ കർത്താസിന്റെ സഹധർമ്മിണിക്കായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ, അത്ഭുതമായ ഒരു വിടുതൽ കർത്താവേ ദാസിന്മേൽ കാണുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവമേ അവിടെ ഇടയാക്കുമറാന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെയാണ് ഇപ്പോഴുള്ള കരം കർത്താവേ ദാസിയുടെ ശരീരത്തിന്മേലൊന്ന് തൊടുമറന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ ഒരു സൗഖ്യം കർത്താവ് കൊടുക്കണം. ഏതവസ്ഥയിലായിരിക്കുന്ന ഞങ്ങൾ അറിയുന്നില്ല. തന്റെ മകളും കർത്താവെ, തന്റെ കാർ ഡ്രൈവറും കർത്താവെ അപകടത്തിലായല്ലോ കർത്താവെ. ഒരു പരിപൂർണ വിടുതൽ കർത്താവെ ആ പ്രിയപ്പെട്ടവരുടെ കാണുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവോട് നെടിയാക്കുമറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, നീ അത്ഭുതവനായ ദൈവമാണ്. സൗഖ്യം കൊടുക്കുന്ന ദൈവമാണ് കർത്താവെ. മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ് കർത്താവെ. കുറവുകളോ അവിശ്വസ്തകളോ ഒന്നും ആരുടെയും ജീവിതത്തിലെ കുറവുകൾ ഓർക്കാതെ അത്ഭുതമായ ഒരു സൗഖ്യം ദാസിക്ക് അവിടുന്ന് കൊടുക്കുമറന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ആ ദാസിനോട് മനസ്സലി മറന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുത വിടുതല് ദാസിക്ക് കാണുവാൻ, തന്റെ പൈതലിനെ കാണുവാൻ, തന്റെ ഡ്രൈവറിന്റെ കർത്താവെ ശരീരത്തിന്മേലെ കാണുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കുമറന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി അടിയുടെ ആരുടെയും ജീവിതത്തിലെ കുറവുകൾ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ക്ഷമിക്കണം, അവിടുന്ന് കഴുകണം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, രോഗശാന്തി കർത്താവെ ഹല്ലേലൂയ അവിടുന്ന് നൽകുന്ന ദൈവമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അരുളി ചെയ്ത ദൈവം അങ്ങയുടെ കരം തൊട്ട് പൂർണ്ണ വിടുതൽ ദാസിന്മേല്, ആ പൈതന്മേല് കർത്താവെ, തന്റെ ഡ്രൈവറിന്മേല് അവിടുന്ന് നൽകി അത്ഭുതമായ വിടുതൽ കർത്താവ് അവിടുന്ന് കൽപ്പിക്കുമറന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട് കർത്താവെ. ഒരു അത്ഭുത വിടുതൽ കർത്താവ് പ്രിയപ്പെട്ട മേൽ അവിടുന്ന് കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവോട് ഇടയാക്കുമറന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവോടുന്ന് പ്രവർത്തിക്കുമറന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഞങ്ങളുടെ കർത്താവെ, പ്രിയപ്പെട്ട സൗഖ്യം കർത്താവെ, സൗഖ്യമായെന്ന് കേൾപ്പാൻ എത്രയും പെട്ടെന്ന് കർത്താവെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി ഭവനത്തില് കർത്താവെ ഹല്ലേലൂയ കർത്താവെ കടന്നു വരുവാൻ, സൗഖ്യമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമറന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവോടുന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ, എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, യാത്ര ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ കർത്താവെ, ഹല്ലേലൂയ കർത്താവ് യാത്രയിലൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എല്ലാവരും മേലും കൂടെ ഇരിക്കണം. അനർത്ഥോ ആപത്തോ പ്രയാസം ഒന്നും ആർക്കും ഉണ്ടാകാതെ എല്ലാവരോടുന്ന് കാത്തു പരിപാലിക്കുമറന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ദൈവം അത്ഭുതമായ വിടുതൽ പ്രിയപ്പെട്ട മേലോടുന്ന് കൽപ്പിച്ചാട്ട് ഹല്ലേലൂയ പ്രാർത്ഥനയോടനായി സ്തോത്രം. യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. നാം വിട്ടുവെച്ച് പോകുന്ന നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രായാധിക്യത്തിലായിരിക്കും നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മളുടെ തലമുറകളുണ്ട്, അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം.
ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കുന്ന ഇടങ്ങളിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ശേഷാൽ നമ്മുടെ തലമുറകളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വഷളത്വം നിറഞ്ഞ ലോകത്താണ് നമ്മുടെ തലമുറകളൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ തലമുറകൾ ദൈവ ഭയത്തിലും ദൈവ കൃപയിലും മുന്നേറുവാൻ വളരുവാൻ കർത്താവ് സഹായിക്കണം. ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനമുള്ള തലമുറകളായിട്ട് നമ്മുടെ തലമുറകളൊക്കെ ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. അതിനുള്ള ഒരു വാഞ്ച, ഹൃദയത്തിൽ വലിയ താല്പര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ വിഷയങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഞങ്ങൾ നല്ല സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനാണ് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വന്ന കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിവിധങ്ങളായ ഞങ്ങളുടെ വിഷയങ്ങളെ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ ഞങ്ങളുടെ ദാസൻ പറഞ്ഞ വിഷയങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇന്ന് രാത്രി കാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ കേരളത്തിലായിരിക്കും ഞങ്ങളുടെ ഭവനങ്ങളെ ഹല്ലേലൂയ ഞങ്ങൾ ഓർത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കും. ഞാൻ മാതാപിതാക്കന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ കർത്താവിനെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും വേണ്ടതായ ആരോഗ്യവും ബലവും കൊടുത്ത് കർത്താവ് ജയത്തോടെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേക ദാസൻ പറഞ്ഞ പോലെ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളുടെ യൗവനക്കാർക്കായി തലമുറകൾക്കായി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിന്റെ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തണമേ. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പൈതങ്ങളാരും ഞങ്ങളുടെ യൗവനക്കാരും വഴിതെറ്റി പോവാനിടയാകാതെ ദൈവകൃപയിൽ വളരുന്നവരാക്കി കർത്താവിനെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവജനത്തിൽ വായിക്കുന്ന പോലെ രക്തമടയാളമാക്കണമെന്ന് ഞങ്ങൾ രാത്രികാലം ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയ്ക്കുള്ള കർത്താവെ മറയ്ക്കുമാറാകണമേ. ശത്രുവായവൻ കാണുവാൻ തൊടുവാൻ കർത്താവ് അനുവദിക്കരുത്. രാത്രികാലം ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവകൃപയ്ക്കുള്ള കർത്താവ് മറയ്ക്കണമേ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവ് കാവലാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. പ്രത്യേക ഞങ്ങളുടെ തലമുറകളെ യൗവനക്കാരൊക്കെ വരുന്ന ആളുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാക്കി കർത്താവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വഴിയിൽ മാത്രം നടക്കുന്നവരാക്കി കർത്താവിനെ തീർക്കണമേ. അതിനുമായുള്ള ദൈവിക കൃപയും ശക്തിയും കർത്താവിന്റെ മേൽ പകരണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്രകാരം കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനാ ധ്വനി ഖത്തർ ചാപ്റ്ററിനെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇതിന് ചുക്കാൻ പിടിക്കുന്ന കർത്താവിന്റെ ദാസൻ സാംപാസ്റ്റർ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കുടുംബമായിട്ട് ഈ ദേശത്തായിരിക്കുമ്പോൾ കർത്താവ് പ്രിയപ്പെട്ടവരെ ധാരാളമായിട്ട് മാനിപ്പാനും ആദരിപ്പാനും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. വിവിധ ഇടങ്ങളിലെ കർത്താവിന്റെ ദാസൻ യാത്രയൊക്കെ ചെയ്ത് പലപ്പോഴും ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക പരിപാലനം, ദൈവത്തിന്റെ പ്രത്യേക കൃപ തന്നോട് കൂടി ഇരിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഖത്തർ ചാപ്റ്ററിന് ഒരു പുതുക്കം, അനേക പുതിയ ആത്മാക്കള്, അനേക പുതിയ ജീവിതങ്ങള് ഈ ഖത്തർ ചാപ്റ്ററിൽ നമ്മോടൊത്ത് ജോയിൻ ചെയ്യുവാനും നമ്മുടെ ഈ സംഗമത്തെ ഒന്ന് വിപുലീകരിച്ച് വലിയ ഒരു അനുഗ്രഹത്തിന്റെ ഒരു പ്രാർത്ഥനാ ധ്വനിയുടെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു വിഷനാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ദേശത്ത് ഒരുക്കണം. നമുക്കറിയാം, ഇവിടെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ കോമ്പൗണ്ടിലും IDCC കോമ്പൗണ്ടിലും അല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തുന്ന അനേക സഭകളുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് അനേക ആത്മാക്കളെ വരും ദിവസങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടുവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന അനേക ജീവിതങ്ങളെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തരണം. അതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവദാസനോട് കൂടെ ഒരുമനപ്പെട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ പ്രാർത്ഥനാ സംഗമം ദേശത്ത് അനുഗ്രഹമാക്കി തീർക്കുവാന്, പ്രാർത്ഥനാ ധ്വനിയുടെ വലിയ ഗംഭീര മുഴങ്ങുവാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ടൊരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്തോത്രം ഞങ്ങളുടെ ദൈവമേ, കർത്താവെ രാത്രികാലം കർത്താവെ പ്രാർത്ഥന ധുനിമായി കടന്നു വന്ന് കർത്താവെ ഭൂമി വീട്ടിക്കൂട് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി അങ്ങയുടെ സ്നേഹത്തിനായി ദയക്കായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ഓരോ നിമിഷകാലം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. അങ്ങയുടെ വലിയ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഈ രാത്രി കാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ
കർത്താവെ, പ്രാർത്ഥന ധ്വനിക്ക് വേണ്ടി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിലിടിയുന്ന കർത്താവെ, ഇങ്ങയുടെ ദേവദാസിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ കരം അവിടുന്ന് കൂടെ ഇരുന്ന് കർത്താവ് ദിവസകാലവും ദൈവത്തിന്റെ കരം കാണുക. ദൈവമേ, അവിടുന്ന് സഹായിക്കണം. അതിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ കരം ഉണ്ടായിരിക്കുമാറാകണമേ കർത്താവെ. അത് ഈ ദേശത്ത് അനുഗ്രഹമാക്കി തീർക്കണമേ. അനേകര് കർത്താവെ കടന്നു വന്നത് ആശ്വാസം പ്രാപിപ്പാനും വിടുതൽ പ്രാപിപ്പാനും സന്തോഷം പ്രാപിപ്പാനും സ്വർഗം അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റക്കാർ മടങ്ങി വരുവാനും അനേകര് രക്ഷിക്കപ്പെടുവാനും അങ്ങനെ കർത്താവെ ദൈവത്തെ കർത്താവെ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടുന്ന് കാണുവാൻ ഇടയാക്കുമാറാകണമേ. ദേവദാസിനെ അതിനുവേണ്ടി ബലപ്പെടുത്തണമേ, ശൈത്യീകരിക്കണമേ. കുടുംബമായിട്ട് ഈ ദേശത്ത് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശൈത്യീകരിക്കുമാറാകണമേ. വീണ്ടും കർത്താവെ ദൈവവചനമായി എഴുന്നേൽക്കുവാൻ അനേകരോട് സുവിശേഷം പറയുക കർത്താവെ. പുതുശക്തിയോട് പുതിയ ബലത്തോട് പുതിയ അഭിഷേകത്താൽ കർത്താവിന് ദാസനെ നീ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സഭകളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. എല്ലാവരും ഒരു മെനപ്പെട്ട് കർത്താവെ ഐക്യത്തോട് നിന്നുകൊണ്ട് കർത്താവ് ഈ പ്രവർത്തനം അനുഗ്രഹപ്പെടുക കർത്താവ് അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ദേശത്ത് വലിയ ചെയ്യുമാറാകണമേ. അത്ഭുതത്തിന് ചില കാര്യങ്ങൾ കാണുവാൻ ദിവസങ്ങൾ ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുമിൽ കടന്നു വന്നിട്ട് കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുമായി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെയൊക്കെ മറുപടി അടുത്ത ദിവസം കാലം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്നില്ല വലിയൊരു സാക്ഷിയാക്കി തീർക്കുവാൻ കർത്താവ് ദിവസങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന അല്പസമയം കർത്താവ് അടികൾ നിന്റെ പാദപ്പെടുത്തലായിരിക്കുന്നത് അനുഗ്രഹവും വിടുതലും ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന യാചനയെ കേട്ട കൃപയോർത്ത് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഈ അല്പസമയം നാം വേണ്ടി ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോവുകയാണല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മധ്യ ദൈവവചനവുമായിട്ട് അയക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠഭൃത്തിനെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു മാനുഷിക ശബ്ദമല്ല, ദൈവത്തിന്റെ വലിയ ശബ്ദം. മരുഭൂമിയെ നടുക്കുമാറാകുന്ന ദൈവത്തിന്റെ ശബ്ദം, വനങ്ങളെ തോലൊരിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ഈ രാത്രികാലം നാം കേട്ട് നാം ചൈതന്യം പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് സഹായിക്കണം. അതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമില് തലവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം പ്രിയപ്പെട്ടവർക്ക് അല്പസമയം ദൈവസനിലായിരിക്കാൻ ഇങ്ങനെ ഒരു സാവകാശം, ഹൃദയത്തിലൊരു വാഞ്ച കൊടുത്ത് അതിനായിട്ട് നമുക്ക് അവരെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ചുരുക്കമായിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥിച്ചോ. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഹല്ലേലൂയ വിഷയമായ ദിവസത്തിലെ നിങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഹല്ലേലൂയ ഇത്രത്തോളം കർത്താവേ ദിവസത്തിലെ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകി എല്ലാ കൃപകൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ തുടർന്ന് കർത്താവെ വചനം ഷെയർ ചെയ്യുവാനായി കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ പ്രത്യേക അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കുമാറാന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ആലോചന നൽകുവാൻ തക്കുന്ന ദാസനെ കർത്താവ് ശക്തീകരിക്കുമാറാന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ അത് കേട്ട് ബലം പ്രാപിപ്പാൻ അടികളെല്ലാവരും ദൈവം അവിടുന്ന് സഹായിക്കുമാറാന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാല് ഈ മീറ്റിംഗിൽ കർത്താവെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുവരായി ഞങ്ങളുടെ കരങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും അവിടുന്ന് സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ സന്നിധി ദേവദാസനെ മ്യൂട്ടായി പോയി ഹല്ലേലൂയ. കർത്താവ് തുടർന്ന് കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളെ ഇരുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയില് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രാർത്ഥനാ സെഷൻ ലീഡ് ചെയ്ത ഇവാഞ്ചലിസ്റ്റ് ജോൺ സോമലിനോട്, പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചവരോട് എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഏതൊരു ശുശ്രൂഷയിലും ദൈവവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വിത്തായും പാലായും വെള്ളമായും തേനായും വാളായും പാറയെ തകർക്കുന്ന ശക്തിയായി തീ പോലെ അത് വേണ്ടത് ചെയ്ത് അത് നിവൃത്തിയിൽ കൊണ്ടുവരുന്ന ദൈവവചനത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ആ ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുവാൻ പോവുകയാണ്. തുടർന്ന് നമ്മൾ കൃത്യം 9:30 പ്രാർത്ഥിച്ച് നിർത്തണം. അതിനു മുമ്പ് 25 മിനിറ്റാണ് നമ്മുടെ പ്രിയ സഹോദരൻ ബ്രദർ എബ്രഹാം വർഗീസിന് ലഭ്യമായിട്ടുള്ളത്. ഞങ്ങളെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് വിളിക്കുന്നത്, പുന്നൂസ്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സീനിയേഴ്സിൽ ഒരു സീനിയറാണ് പ്രിയ സഹോദരൻ എബ്രഹാം വർഗീസ്. തുടർന്നുള്ള സമയം
പ്രിയ ദേവദാസൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. അതിനായിട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. കേൾക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രികാലം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ ഖത്തർ ചാപ്റ്റർ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയേലിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരും കർത്താവ് കൊടുത്തിരിക്കുന്ന ദർശനത്തിനായി അനേകരെ കർത്താവിലേക്ക് നേടിയെടുക്കുവാൻ തക്കണം ദൈവമായ കർത്താവ് പ്രിയപ്പെട്ട ഇടയാക്കട്ടെ. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി ആശ്വാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ദൈവിക ചിന്തയ്ക്കായിട്ട് നമുക്ക് 1 യോഹന്നാൻ 3:1 വാക്യം വായിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 1 യോഹന്നാൻ 3:1. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. തിരുവചന പഠനം, തിരുവചന കേൾവി എല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഓരോ ദിവസവും അനുഗ്രഹം ആയി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നാം പലപ്പോഴും കേൾക്കുന്നതായിട്ടുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തില് അത് ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ തക്കവണ്ണം ആ വചനത്തെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തിരുവചനം പഠിക്കുമ്പോൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചിന്തിക്കണം. ഈ യോഹന്നാന്റെ ലേഖനങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ യോഹന്നാൻ മറ്റുള്ള ലേഖനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം സ്നേഹത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. പത്രോസും മറ്റുള്ള പൗലോസും ഒക്കെ തന്നെ സ്നേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഏറ്റവും അധികം ലേഖനങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് യോഹന്നാന്റെ ലേഖനങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഈ പ്രകാരം കാണുന്നു, ഇതിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളത്. എന്നാൽ ആദ്യ സ്നേഹം എന്നത് നമ്മൾ തിരഞ്ഞു നോക്കിയാൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നു. മലയാളത്തിൽ ആ സ്നേഹം എന്ന വാക്ക് അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും, ക്രിസ്തുവിൽ നമ്മെ സ്നേഹത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയം മലയാളത്തിൽ തിരഞ്ഞെടുത്തു എന്ന് മാത്രം, പക്ഷേ KJV ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നതിന് സ്നേഹത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തു. എന്തിനാണ് നമ്മെ സ്നേഹത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അതിനെ പ്രഘോഷിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തു. ആ ദൈവവചനത്തിൽ നാം തികഞ്ഞവരാകുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മൾ ചിന്തിക്കേണ്ടത് വാട്ട് ഈസ് പർപ്പസ് ഓഫ് ദ ഹോളി സ്ക്രിപ്ചർ. തിരുവചനത്തിന്റെ അതിന്റെ പർപ്പസ് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പർപ്പസ് എന്താണ്? വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ന് മലയാളത്തിൽ നമുക്ക് കാണത്തില്ല, പക്ഷെ ഇംഗ്ലീഷിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ എന്നാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അത് എന്തിനു വേണ്ടി? അതിൽ ഒന്നാമതായിട്ട് കാണുന്ന ക്രിസ്തുവിൽ നാം തികഞ്ഞവരാകാൻ വേണ്ടിയാണ് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകൾ നൽകപ്പെട്ടിരിക്കുന്നത്. കൊലോസ്യർ 1:28 നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്തുവിനെ നാം അറിയണം, നാം വചനത്തിൽ തികഞ്ഞവരായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം ക്രിസ്തുവിനോട് കൂടെയാണ്. നമ്മൾ പത്രോസിനെ യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ അവർ സാമാന്യരും വിദ്യാസമ്പന്നരൊന്നുമല്ല, പക്ഷെ അവരെ കണ്ട മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ടു. എന്നാൽ അതിൽ കഴിഞ്ഞെഴുതിയിരിക്കുന്നത് അവർ യേശുവിനോട് കൂടെയായിരുന്നു. പ്രിയമുള്ളവരെ, നാം യേശുവിനോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രകൃതങ്ങൾ മാറുവാനിടയാകും. ദൈവവചനത്തിനനുസരിച്ച് നാം നീങ്ങിക്കഴിയുമ്പോൾ, ദൈവഹിതത്തിന് ഒത്തവണ്ണമായി തീരുമ്പോൾ നമ്മുടെ പ്രകൃതത്തിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുവാനിടയായി തീരും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനുസരണത്തിൽ തികവുള്ളവരായി മാറണം. ഈ തികവ് നമ്മുടെ ജീവിതത്തിൽ ആ അനുസരണത്തിൽ നടക്കുക എന്നുള്ള അതിൽ തികവ് പ്രാപിക്കുന്നവരായി നമ്മൾ തീരണം. അത് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-6 വാക്യത്തിൽ കാണുന്നത്
നമുക്ക് നമ്മുടെ അനുസരണത്തിൽ തികവുള്ളവരായി. ഇസ്രായേൽ ജനതയുടെ ജീവിതം അവരുടെ അനുസരണക്കേടാണ് അവരുടെ ജീവിതത്തിന്റെ വീഴ്ചകളിലേക്ക് അവർ മാറ്റപ്പെട്ടത് എന്ന് നമുക്ക് കാണുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ അനേകർ അനുസരണക്കേട് മൂലം വീണവരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കാണുമ്പോൾ അനേകര് കർത്താവിന്റെ അനുസരണത്തിൽ നടന്നവർ അനേകരെ നമുക്ക് കാണുവാൻ അവരെല്ലാം വിജയപാതയിലേക്ക് നയിച്ചു. എന്നാൽ അനുസരണക്കേട് കാണിച്ച കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന അനുസരണക്കേടിലൂടെ അവരുടെ എല്ലാം ആ ലക്ഷ്യസ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് പറഞ്ഞത്. അമ്മ പറഞ്ഞതുകൊണ്ടോ പിതാവ് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല, നമ്മൾ ദൈവ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളത്. അതാണ് അനുസരണത്തിൽ തികവുള്ളവരാണ്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ അനുസരണത്തിൽ ഏറ്റവും ഉത്തമ ഉദാഹരണം ഇസ്ഹാക്കിനെ കാണുവാൻ നമുക്ക് കാണാം. അനുസരണത്തിന്റെ ഉദാഹരണം. അതുപോലെ തന്നെ അനുസരണക്കേടിന്റെ ഉദാഹരണത്തിന് യാക്കോബ് പിതാവ് തന്നോട് പറഞ്ഞു, നീ പോയി ഒരു ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തി 2 ഭാര്യമാരെ എടുത്തു. ആ കൂട്ടത്തിൽ തന്നെ 2 പേരെ കൂടി എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അനുസരണക്കേട് കൊണ്ട് അതിന്റെ തിക്തഫലങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ ഇടയാ. അതാണ് അനുസരണത്തിലേക്ക് തികവിലേക്ക് നമ്മൾ ആയിത്തീരുവാനായിട്ട്. അത് വിശുദ്ധിയുടെ തികവ്. 2 കൊരിന്ത്യർ 7:1 ഒന്നാമത്തെ വാക്യം, അതിൽ 4 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുന്നത്. വിശുദ്ധിയുടെ തികവിലേക്ക് നമ്മൾ വരണം. അതിൽ ജഡത്തിലെ ആത്മാവിലെ 2 വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കാം. ജഡത്തിലെ ആത്മാവ്, 2 കാര്യങ്ങൾ ഇവിടെ നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കി. ജഡവും ആത്മാവും. ജഡമെന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യമണ്ഡലം ആണ്. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, നമ്മുടെ ആത്മാവ്. ഈ ജഡമെന്ന് പറയുന്ന ബാഹ്യമണ്ഡലത്തിൽ നാം മറ്റുള്ളവർക്ക് നമ്മെ കാണാൻ സാധിക്കുന്നതായിട്ടുള്ളത്. എന്നാൽ അധോമണ്ഡലം എന്ന് പറയുന്ന ഈ ആത്മമണ്ഡലത്തിൽ മറ്റുള്ളവർക്ക് നമ്മെ കാണുവാൻ സാധിക്കുന്നില്ല. ബാഹ്യമണ്ഡലത്തിൽ നാം എന്തൊക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മളൊരു ആത്മീയത നമുക്ക് വേണമെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും. എന്നാൽ അധോമണ്ഡലത്തിൽ നാം എന്ത് ചെയ്യുന്നുവെന്ന് മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പലരുടെയും ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവരുടെ ബാഹ്യമണ്ഡലം വളരെ ആത്മീയ രീതിയിൽ ആത്മീയതയുടെ നിറവിൽ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരറിയാതെ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, കുഞ്ഞുങ്ങൾ അറിയാതെ, പിതാവ് അറിയാതെ, മാതാവ് അറിയാതെ അധോമണ്ഡലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും അനാത്മികത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നാം ഇന്ന് രാത്രികാലം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ തികവിലേക്ക് നമ്മൾ ഓരോ ദിവസവും നമ്മൾ മാറ്റുക. അത് എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്തിന്റെ അഗ്നിമയമായ കണ്ണുകൾ നമ്മുടെ ബാഹ്യമണ്ഡലവും നമ്മുടെ അധോമണ്ഡലവും എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ദൈവഭയം ഇല്ലാതെ വരുമ്പോഴാണ് ഈ വാക്യത്തിന്റെ തന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ കാണുന്ന ദൈവഭയത്തെക്കുറിച്ച് നമുക്ക് കാണാം. ആ ദൈവഭയം ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോകുവാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നാം മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവം കാണുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ആ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനാണ്. അങ്ങനെ അനാത്മികതയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ദൈവഭയത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തക്കണം. നമ്മുടെ ബാഹ്യമണ്ഡലവും നമ്മുടെ അധോമണ്ഡലവും എല്ലാം ദൈവഹിതത്തിനൊത്തവണ്ണം ആയിത്തീരുവാൻ തക്കണം ഇടയായിത്തീരണം. അതുപോലെ തന്നെ സ്നേഹത്തിൽ നാം തികവുള്ളവരായിത്തീരണം. 1 യോഹന്നാൻ 2:5 പറയുന്നത് നാം സ്നേഹത്തിൽ തികവുള്ളവരായി തീർന്ന്. അത് അവിടെ കൊടുത്തിരിക്കുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. അവിടെ യാഗാർപ്പണ യോഗ്യമായ സ്നേഹം, അതാണ് യഥാർത്ഥമായ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്ന അഗപ്പെ, അതായത് നിസ്വാർത്ഥമായ സ്നേഹം, നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ സ്നേഹത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇപ്പോൾ വായിച്ചതായിട്ടുള്ള വാക്യം, കാൺമീൻ താൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. പിതാവ് നൽകിയതായിട്ടുള്ള നമുക്ക് തന്ന ആ സ്നേഹം, നാം എന്തിനാണ് പിതാവ് ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചത്? അവിടെ യോഹന്നാൻ പറയാണ്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കൂ. കാൺമീൻ, നാം എന്തൊക്കെയാണ് കാണേണ്ടത്? ഇന്ന് രാത്രികാലം നാം ചിന്തിക്കേണ്ടത് നാം എന്താണ് കാണേണ്ടത്? സ്വന്തം പുത്രനെ നമുക്കായി നമ്മൾ പിതാവ് തന്നു, അതാണ് നാം കാണേണ്ടത്. ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടത് ഈ കാൺമീൻ, നാം പിതാവ് തന്നെ ആ സ്നേഹം നമ്മളിൽ എങ്ങനെയാണ് പ്രകടമാക്കിയത്? അതിൽ 4 കാര്യങ്ങൾ, 1, 2, 3, 4 എന്ന് ചില ചിന്തകൾ ഇന്ന് രാത്രികാലം നമുക്ക് ചെയ്യാം. ഒന്നാമതായിട്ട് നാം പിതാവിന്റെ ആ സ്നേഹം നമ്മളിലേക്ക് വന്നത് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. യേശുവിന്റെ അവതാരം, അതായത് കന്യകാജനം,
കന്യകാ ജനനം ലൂക്കോസ് 2:7 വാക്യത്തിൽ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തിയ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നാം കാണാം. യേശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തിയ യേശുവിനെ നമുക്ക് കാണുവാൻ ഇടയാണ്. ഒരു രാജാവായി സപ്രപഞ്ച കട്ടലിൽ കിടക്കേണ്ട ഒരാള് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നാം ഒന്ന് കാണും. അത് പശുത്തൊട്ടിയിൽ ശീലകൾ പൊതിഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പാട്ടുകാരൻ ഇങ്ങനെ പല പാട്ടുകളിൽ ഇങ്ങനെയുണ്ട്, അവൻ പഴംതുണിയിൽ പൊതിഞ്ഞ ഒരു ശീലയിൽ പൊതിഞ്ഞ അങ്ങനെ ഒരു പാട്ടൊക്കെ നമുക്കിവിടെ. എന്നാൽ ആ അലങ്കാരികമായിട്ട് എഴുതിയിരുന്നെന്ന് പറഞ്ഞാലും നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇപ്പോഴുമുള്ള കാലഘട്ടത്തിൽ തന്നെ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ഒരു യുവതി ഗർഭവതിയാകുമ്പോൾ 6 മാസം തികയുമ്പോൾ തന്നെ അവരുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഡ്രസ്സുകളും അവർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് റൂമും എല്ലാം അവർ തയ്യാറാക്കും. അത് ആ ഒരു ക്ലോത്തിന് തന്നെ പറയുന്ന സ്വാഡിലിംഗ് ക്ലോത്ത് എന്ന് പറയുന്ന ക്ലോത്ത്, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഒക്കെ അതിനു വേണ്ടി. പക്ഷേ ഇവിടെ നമ്മൾ പല പാട്ടുകളിലൊക്കെ കേട്ടിട്ടുള്ളത് ശീലകൾ പൊതിഞ്ഞ് അങ്ങനെയുള്ള ഒരു രീതിയില്ല. പക്ഷേ ഇത് ഏറ്റവും നല്ല മേത്രമായ തുണികൾ തന്നെയാണെന്നാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. അത് രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് യേശുവിന്റെ പരമയാഗം, ക്രൂസിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നാം കാണുന്നു. ക്രൂസിഫിക്കേഷൻ ഓഫ് യേശുവിന്റെ പരമയാഗത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടത് 3G എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പ്രിയ കർത്തദാസന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി. ക്രൂസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായിത്തീരും. അവിടെ നമുക്ക് 3 സ്ഥലങ്ങളെ കുറിച്ച് കാണുവാൻ, ഗെത്സമന, ഗബദ, ഗോൽഗോത്ത, ഈ 3 സ്ഥലങ്ങൾ നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഗെത്സമന എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗെത്സമനയിൽ വേർപാടിന്റെ, വേദനയുടെ, ഒറ്റപ്പെടലിന്റെ, എല്ലാവരും വേർവിട്ടു പോയതിന്റെ ഒരു സ്ഥലമാണ് ഗെത്സമന എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഗെത്സമനിൽ പച്ചമണ്ണിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നാം കാണണം. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് അടിച്ചു നടത്തിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഗബദ എന്ന ആ റോമൻ പ്രൊപ്പറേറ്ററായിരുന്ന പീലാത്തോസിന്റെ ന്യായവിസ്താര സ്ഥലത്തേക്ക് കടന്നു പോകുന്ന യേശുവിനെ നാം കാണണം. ഇവിടെയെല്ലാം നാം കാണുന്ന യേശുവിനെ അവനെ അടിച്ച് അവന്റെ ശരീരത്തിലൂടെ രക്തത്തുള്ളികൾ ധാരധാരയായിട്ട് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ ഗദായുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തിക്കണം. അത് ആ ഗെത്സമനിൽ നിന്ന് ഗബദയിലേക്കുള്ള ദൂരം. അവിടെ വിസ്തരിക്കുമ്പോൾ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് അവർ അടുത്ത സ്ഥലത്തേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഗബദയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഗോൽഗോത്തയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം 285 കിലോ വെയിറ്റ് ഉള്ള ഒരു കുരിശ്, ഒരു 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ചരിത്ര പുസ്തകം ജോസിഫസ് ഇങ്ങനെയാണ് പറഞ്ഞത്, 88 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി 285 കിലോ ഭാരമുള്ള ഒരു മരക്കുരിശുമെടുത്ത് താൻ ഗോൽഗോത്തയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഏകദേശം 2 മൈൽ ദൂരം ഗോൽഗോത്തയിലേക്ക് നടന്നു. അത് നാം കാണണം. അത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ കാണണം. അത് നമ്മളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി ആണെന്നുള്ള ഇത് നാം തീർച്ചയായിട്ടും നമ്മൾ കാണണം. അതാണ് പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാ പദ്ധതി എന്നുള്ളതാണ് പ്രിയരെ. അതുകൊണ്ട് ആ ക്രൂശിതനായി കിടക്കുന്ന യേശുവിനെ നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയായി. ഏകദേശം 6 മണിക്കൂറോളമാണ് യേശു ക്രൂശിൽ കിടന്നതെന്ന് നമുക്ക് കേൾക്കുവാനിടയായി. പ്രിയരെ, അവിടെ യേശുവിനെ കയ്പ് കാടി കൊടുത്തതായിട്ട് കാണുന്നു. ക്രൂശിതൻ ആ കയ്പ് കാടി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ക്രൂശിതൻ ആ വേദനയൊന്നും അറിയാതെ മരിക്കണം. അതല്ലെങ്കിൽ അലറിക്കരയുന്നത് മറ്റുള്ളവർക്കൊരു അലോസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കയ്പ് കാടി കൊടുക്കുന്നത്. എന്നാൽ യേശു അത് നിരസിച്ചു. അത് കാരണം എന്താ? അത് നമുക്ക് വേണ്ടി ആ വേദന മുഴുവൻ യേശു സഹിക്കുകയായിരുന്നു കാണുവാൻ സാധിക്കും. പ്രിയരെ, അതിനുശേഷം നമ്മൾ കാണുന്നത് ആ തലേ ദിവസം പിടിക്കപ്പെട്ടതായിട്ടുള്ള യേശുവിന് ആ സമയത്ത് ഏറ്റവും ആവശ്യമെന്നുള്ളത് ആ വെള്ളം ചോദിക്കാതെ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ് പറയുന്നത്. തന്നെ ക്രൂശിച്ചവർ, തന്നെ ദ്രോഹിച്ചവരോട് എല്ലാവരോടുള്ള ആ ക്ഷമ, അത് നാം കാണണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവരോടുള്ള ആ രീതി നമ്മുടെ എങ്ങനെയായിരിക്കും? എന്നാൽ കർത്താവ് നമുക്ക് കാട്ടിത്തന്നത് അവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് ആദ്യമേ അവരോട് പറയുന്നത്. അത് യേശുവിനോട് ചേർത്ത് അവരെ ക്രൂശ് 2 സൈഡിലുമായി ക്രൂശ് കാബാലികരെ നമ്മൾ നോക്കണം. അതിൽ ഒരുവൻ യേശുവെ പറയുകയാണ് ഇവൻ നീതിമാൻ,
ബാഹ്യമായി നോക്കിക്കൊണ്ട് പറയാണ്, ഇവൻ നീതിമാൻ ഞാൻ അങ്ങ് രാജ്യത്വം പ്രാപിച്ച് അങ്ങ് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയാണ്. ഇവിടെ തിയോളജിയുടെ ഏറ്റവും വലിയൊരു മർമ്മം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അങ്ങ് രാജാവാണ്, അങ്ങ് മടങ്ങി വരും, അങ്ങ് മടങ്ങി വരുമ്പോൾ എന്നെയും ചേർത്തുകൊള്ളണമെന്നുള്ള ആ 3 പേര്, പുനരാഗമനത്തെ കുറിച്ചുള്ള പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ആ ഒരു കാര്യം ആ കാബാലികന് തന്നെ അവർ തോന്നുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ഇതെല്ലാം നാം കാണണം. അതാണ് നാം കാൺമീൻ എന്ന് അവിടെ നമ്മുടെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണുന്നത് യേശുവിന്റെ അടക്കം നാം കാണണം. ഏകദേശം 100 റാത്തൽ തൂക്കമുള്ള അകിലും മൂറും ചേർന്നുള്ള മിശ്രിതം കൊണ്ടാണ് യേശുവിനെ പൊതിഞ്ഞ് അടക്കം ചെയ്തെന്ന് കാണുവാൻ സാധിക്കുന്നത്. ഈ മൂറും അകിലും ചേർന്നുള്ള മിശ്രിതം, അതിനെക്കുറിച്ച് അത് പൂശിയതിനു ശേഷം അല്പസമയം കാറ്റ് കൊണ്ടതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നില്ല, അതിലും കൂടുതലായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് നമുക്ക് മാറുക. അത് വെട്ടിയാൽ പൊട്ടത്തില്ലാത്തതും വെള്ളത്തിലിട്ടാൽ ലയിച്ചു പോകാത്തതുമായിട്ടുള്ള ഒരു വസ്തുവായിട്ടും അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ആക്കിയതിനു ശേഷമാണ് യേശുവിനെ അടക്കം ചെയ്തതായിട്ട് കാണുന്നത്. അതിനുശേഷം 8 ടൺ ഭാരമുള്ള ഒരു കല്ലും റോമൻ മുദ്രയോട് കൂടിയ ആ ചങ്ങലയിട്ട് മുദ്രയിട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പ്രിയരെ, എഫെസ്യരുടെ ലേഖനം 1:19-20 വാക്യങ്ങൾ, 1:19-20 വാക്യങ്ങൾ, അവനെ ക്രിസ്തുവിൽ വ്യാപിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയരെ, ആ ഏത് മുദ്രകൾ ഇട്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ കല്ല് വെച്ചെന്ന് പറഞ്ഞാലും, വിശ്വസിക്കുന്ന വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പമാണ് ആ യേശു ക്രിസ്തുവിനെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തക്കന ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഇതെല്ലാം നാം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചറിയുവാൻ തക്കണ നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അനുഭവിച്ച വ്യതകളെ കുറിച്ച്, അവൻ അനുഭവിച്ച പങ്കപ്പാടുകളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കണം. അടുത്തതായിട്ട് നാം കാണുന്നത് യേശുവിന്റെ പുനരുദ്ധാനമാണ്. പിതാവ് ഒരുക്കിയ വഴി, നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെയാണ് ആ കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം നാം കാണുന്നത് ലൂക്കോസ് 24:51 സ്വർഗാരോഹണം ചെയ്ത കർത്താവ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ കർത്താവ്. അതാണ് നമുക്ക് ലൂക്കോസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി 2:1 കാണുന്നു, അടുത്തായി മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആരോഹണം. പ്രിയരെ, കർത്താവ് പോയി കഴിഞ്ഞ് നമുക്ക് വാഗ്ദത്തം ചെയ്ത പോലെ ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. അത് എന്തിനു തന്നിരിക്കുന്നു? നാം ഇതാണ് മകനെ വഴി, മകളെ ഇതാണ് വഴി നമുക്ക് പറഞ്ഞു തരുവാൻ. തെറ്റിലേക്ക് നമ്മൾ പോകാതെ, അനാത്മീയതയിലേക്ക് നമ്മൾ പോകാതെ, നമ്മൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യാതെ, നമ്മൾ നമ്മുടെ നോട്ടത്തില്, നമ്മുടെ ചിന്തയില്, നമ്മുടെ പ്രവൃത്തിയിലൊന്നും യാതൊരു വിധമായ അനാത്മീയതയും കടന്നു വരാതെ കർത്താവിന്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ തക്കണം ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വേണ്ട പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രീതികളിലും ആത്മാവിന്റെ വലിയ കൺട്രോളിൽ നമ്മളായിരിക്കുവാൻ തക്കണം ഇടയായിത്തീരണം. അതായത് അവസാനമായിട്ട് നാം കാണേണ്ടത്, നമ്മളെല്ലാവരും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. റോമാലേഖനം 8:11 വാക്യത്തിൽ 2 തിമോത്തിയോസ് 1:14 നമ്മുടെ പുനരാഗമിക്കുന്ന കർത്താവിനോടുകൂടി നാം സമാഗമിക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ അതാണ്. നാം പുനരാഗമിക്കുന്ന കർത്താവിനോടുകൂടി നാം ഒരുക്കത്തോടുകൂടി ആയിരിക്കുമെങ്കിൽ നാം ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് ആത്മാവിന്റെ ശക്തിയോടുകൂടി ആ കർത്താവിനെ എതിരേൽക്കുവാൻ തക്കോണം നാം ആയിത്തീരുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ചിലപ്പോൾ ഭർത്താവ് മടങ്ങി വരുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമുക്ക് വീണ്ടും ഒരു ഉയർപ്പോട് നമ്മൾ ആ കർത്താവിനോട് കൂടി എടുക്കപ്പെടും എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസം നമ്മുടെ ജീവിതം, നമ്മൾ അഥവാ ജയിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ വീണ്ടും കർത്താവിനോട് ചേർന്ന് നമ്മൾ പോകുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. പ്രിയരെ, 2 തിമോത്തിയോസ് 1:14 പറഞ്ഞ് ആ നല്ല ഉപനിധി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു, നമ്മുടെ ജീവിതം എന്ന ആ നല്ല ഉപനിധി ആ പരിശുദ്ധാത്മാവിനാൽ നാം സൂക്ഷിക്കാൻ ഇടയായിത്തീർന്നു. നാം ഓടുന്നതും അധ്വാനിക്കുന്നതും നമ്മൾ പ്രയത്നിക്കുന്നതെല്ലാം വൃഥാവിലാകെ തീരാതെ നമ്മൾ പാട്ട് പാടുന്നുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നത് അതൊന്നും അല്ല. നമ്മുടെ ജീവിത വിശുദ്ധിയിൽ നാം അന്ത്യത്തോളം വിശുദ്ധിയോടെ നിന്ന് ആ കർത്താവിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ആ കർത്താവിനോടുകൂടെ ആ സമാഗമിക്കുന്ന കർത്താവിനോട് ആ പുനരാഗമനത്തിൽ സമാഗമിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ഇടയായിത്തീർന്നു. അതുകൊണ്ട് രക്ഷയുടെ വില എന്ന് പറയുന്നത് രക്തത്തിന്റെ വിലയാണെന്ന് നാം മനസ്സിലാക്കണം. രക്ഷയുടെ വില എന്ന് പറയുന്നത് രക്തത്തിന്റെ വിലയാണ്, അവൻ അനുഭവിച്ച വ്യതയുടെ വിലയാണ്. അതുകൊണ്ട് നമുക്കത് പകരം കൊടുക്കുവാൻ സാധിക്കുകയില്ല.
നമുക്ക് അതുകൊണ്ടാണ് ദൈവം അതിനെ നമുക്ക് തന്റെ കരുണാധിക്യ പ്രകാരം നമുക്ക് ദാനമായി തന്നു. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് രക്ഷയെ നഷ്ടപ്പെടുത്താതെ ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതലായി തിരുവചനത്തിന്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുവചന അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കണം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ഇവൻ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട ഒരു ജീവിതം നയിക്കുന്നവരായി ഒരു സെപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കണവരെ ഇവരിൽ ക്രിസ്തു ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കോണം നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ അതിനായി പാകപ്പെടുത്തി ഓരോ ദിവസവും മുന്നേറുവാൻ കഴിയും. അതുകൊണ്ട് ആ ദാനം, ആ രക്ഷാദാനം എന്നറിഞ്ഞുകൊണ്ട് അതിന്റെ മൂല്യത്തെ ഗ്രഹിച്ചുകൊണ്ട് നാം ഓരോ ദിവസവും ആത്മീയതയിൽ ഒരു 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 ഒട്ടും തന്നെ നമ്മൾ പിന്നോട്ട് പോകാതെ ഓരോ ദിവസവും തിരുവചനത്തിന്റെ അനുസരിച്ച് നമ്മുടെ ഭക്തിയോടുകൂടി നാം ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തരണം. കർത്താവിന്റെ ആ വേദനകള് ആ പങ്കപ്പാടുകളെല്ലാം നമുക്ക് രക്ഷ സാധിക്കുന്നതിന് വേണ്ടി തന്നെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളൊക്കെ പാപം നിറഞ്ഞിരിക്കുന്നതായിട്ട് ലോകത്താണ്. എന്നാൽ ഈ പാപമംഗലമായ ലോകത്ത് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ തക്കോണം ആത്മാവിന്റെ ശക്തിയോടുകൂടി ഓരോ ദിവസവും നമ്മെ തന്നെ തയ്യാറാക്കാം. ആ രീതിയിലുള്ള ജീവിതം നയിക്കുമ്പോൾ നമ്മെ സർവശക്തനായ ദൈവം ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുവാൻ ഇടയാക്കിയിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം തന്ന പ്രിയ കർത്തദാസനോടുള്ള ആദരവ് അറിയിച്ചു ഞാൻ എന്റെ വാക്കുകളെ സ്വീകരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്ത ഇന്ന് രാത്രിയിൽ നമുക്ക് ഇരുന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആത്മീയ പ്രചോദനത്തിന്, നമ്മുടെ ആത്മീയ വർധനവിന് വർദ്ധിക്കുവാൻ ഇടയാക്കിയ ചിന്തകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് പ്രിയ സഹോദരൻ എബ്രഹാം വർഗീസിനെ ദൈവം ശക്തിപ്പെടുത്തി ഖത്തർ ചാപ്റ്ററിന്റെ പ്രത്യേകമാകുന്ന നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കർത്താവിന്റെ 33.5 വർഷത്തിനുള്ളിലെ വിവിധ ജീവിത കാലഘട്ടത്തെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരൻ നമ്മളോട് പറഞ്ഞത്. ശിശുവിനെ ശീലയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന അനുഭവം തൊട്ട് വീണ്ടും നസ്രയത്തിൽ തച്ചന്റെ മകനായി വളർന്ന് വീണ്ടും യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷയ്ക്കായി കടന്നുപോയ നമ്മുടെ കർത്താവ് ഇപ്പോൾ ഗത്സമനയിൽ ശിഷ്യന്മാരെ അതിന്റെ സ്ഥലത്തിരുത്തിയിട്ട് പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ പച്ചമണ്ണിൽ വീണ് കിടന്ന് പിതാവിനോട് യാചിക്കുന്ന പ്രാർത്ഥിക്കുന്ന രംഗം. അവിടെ നിന്ന് ഗബദ എന്ന സ്ഥലത്തേക്ക് പോയി. അത് പീലാത്തോസിന്റെ ന്യായാസനമാണ്. അവിടെ വെച്ച് പീലാത്തോസും യഹൂദാജനവും തന്നെ കൈവിട്ടു. ഗത്സമനയിൽ വെച്ച് ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടോടിപ്പോയി. അവസാനമായി ഗോൽഗോഥയിലേക്ക് പോയി. അവിടെ തന്റെ പിതാവും കൈവിട്ടു. ആർക്കു വേണ്ടി? ആ സ്നേഹത്തിന്റെ ആഴങ്ങളെ ഇന്ന് രാത്രിയിൽ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ ദിവസവും വിശുദ്ധമായ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷങ്ങളെയും നീക്കി വെടിപ്പുള്ളവരാക്കി ദൈവഭയത്തിൽ വിശുദ്ധയെ തികപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 4 മിനിറ്റ് ഒരു പാട്ടിനുള്ള അവസരമുണ്ട്. നമുക്ക് ഇതിനോട് ചേർന്ന് ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 4 മിനിറ്റ്. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച ആശീർവാദത്തോടുകൂടി നമുക്ക് നിർത്താം. കർത്താവ് സഹായിക്കട്ടെ.
മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ ഓ തൻ തിരുനാമത്തിനാൽ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ തിരുസംഗീതം ചെയ്തുത കൈകളാൽ അവരുടെ കത്തുതി തുടച്ചിടുവാൻ തിരുസംഗീതം ചെയ്തുത കൈകളാൽ അവരുടെ കണ്ണുതി തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലേയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലേയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ പ്രത്യാശയോടെ ചേർന്ന് പാടാം. കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം കഴിയും ഓ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും നിന്റെ പുതുയുഗം പിരിയും തിരികെ വരാതെ നമ്പിക്കരയിൽ വളരും ഹല്ലേലൂയ നിന്റെ പുതുയുഗം പിരിയും തിരികെ വരാതെ നമ്പിക്കരയിൽ വളരും പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലേയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലേയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ വിരുന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം ഓ വിരുന്നിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ ഹല്ലേലൂയ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലേയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലേയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലേയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ Thank you, Jesus. Hallelujah. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗാനങ്ങൾ പാടിയവർക്ക്, പ്രാർത്ഥന ലീഡ് ചെയ്തവർക്ക്, പ്രാർത്ഥിച്ചവർക്ക്, ദൈവദിനം സംസാരിച്ച പ്രിയ ദൈവദാസൻ എല്ലാവർക്കും ഖത്തർ ചാപ്റ്ററിന്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തുവാൻ പോവുകയാണ്. ആമേൻ. പ്രിയ സഹോദരൻ ബിജു മേൽപ്പാടം ചുരുക്കം വാചകത്തിൽ പ്രാർത്ഥിക്കും. തുടർന്ന് പ്രിയ ബെൻസൺ ദാനിയൽ പാഷ ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കും. നമുക്കറിയാമല്ലോ നമ്മുടെ കൺവെൻഷൻ, കേരളത്തിൽ നടക്കുന്ന ജനറൽ കൺവെൻഷനുകളുടെ തുടക്കമാണ് ഷാരോൺ ജനറൽ കൺവെൻഷൻ. അത് കഴിഞ്ഞാൽ ഷാരോന്റെ ഉണ്ട്, ചർച്ചകോടിന്റെ, AG മെയിൻ, അങ്ങനെ ഓരോ സഭകളുടെയും ഏകദേശം മാരാമൺ കൺവെൻഷനോടുകൂടി അവസാനിക്കുന്ന കൺവെൻഷൻ സീസണാണ് നവംബർ അവസാനം മുതൽ ഫെബ്രുവരി വരെ. അതിന്റെ തുടക്കം എന്ന നിലയിൽ ഷാരോൺ ജനറൽ കൺവെൻഷൻ നവംബർ 25 മുതൽ തിരുവല്ല ഷാരോൺ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നു. ആ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് തിരികെങ്കിൽ ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ പ്രയർ ഡ്രൈവ് ഈ 15 വെള്ളിയാഴ്ച ഉച്ച മുതൽ രാത്രി വരെ നടക്കുകയാണ്. അതിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ രണ്ട് വിഷയങ്ങളോട് ചേർത്ത് ചുരുക്കം വാചകത്തിൽ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ.
തിരുമക്കളായി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കൂട്ടിയിട്ട് വരുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം തിരുഹിത പ്രകാരം ജീവിക്കാൻ സമർപ്പിതമായ ഒരു ജീവിതം നയിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ജീവിത വിശുദ്ധിയിൽ കൂടെ മുന്നോട്ട് പോകുവാൻ തന്റെ അഭിഷേകത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള വലിയ ഭാവമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഹല്ലേലൂയ കർത്താവെ ഞങ്ങളെ തന്നെ പരസ്യമായ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ കാണിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. ഇന്ന് കർത്താവെ ശുശ്രൂഷിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവെ പ്രാർത്ഥന ലീഡ് ചെയ്ത അഭിഷേകനെയും കർത്താവെ പ്രാർത്ഥനയിൽ കർത്താവെ സഹകാരികളായ പ്രിയ ദൈവമക്കളെയും കർത്താവെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ ഒരു ശുശ്രൂഷയോടെ കർത്താവെ ഞങ്ങൾക്ക് നിർവഹിപ്പാൻ തക്കവണ്ണം തന്ന ആയുസ്സിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ അടുത്ത ദിവസം ആരംഭിക്കുന്ന ശാലോം ചർച്ചിന്റെ കൺവെൻഷനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ എല്ലാ ഒരുക്കങ്ങളുടെ പേരിലും ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രകാരം ഹല്ലേലൂയ മുന്നോട്ട് ശുശ്രൂഷകൾ പോകാൻ ഇടയാകണം. അതിനുശേഷം കർത്താവയുടെ ശാലോം കർത്താവ് ചർച്ചിന്റെ കർത്താവെ ഹല്ലേലൂയ പ്രത്യേകമായിട്ട് കർത്താവെ ശുശ്രൂഷയുടെ ഡ്രൈവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ശുശ്രൂഷയിൽ കർത്താവ് അനേക ദൈവമക്കൾ ഹല്ലേലൂയ അതിൽ പങ്കാളികളാകുവാനും ശുശ്രൂഷകൾ നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ ശുശ്രൂഷകളെ മാനിക്കണമേ. കർത്താവ് പ്രാർത്ഥനത്തിലൂടെ എല്ലാ ശുശ്രൂഷകളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടിയിരിക്കണം. ഞങ്ങളെല്ലാവരും കർത്താവെ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാകണം. കർത്താവിന്റെ കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാലും നമ്മോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുമെന്നും പ്രാർത്ഥന കത്ത ചാപ്റ്ററിന് മേലും തുടർന്ന് നടക്കാവുന്ന എല്ലാ കൺവെൻഷൻ മീറ്റിങ്ങുകളുടെ മേലും എന്നും നെയ്ക്കൊണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചവർക്ക്, പ്രാർത്ഥന ലീഡ് ചെയ്തവർക്ക്, പ്രസംഗിച്ചവർക്ക്, പാട്ടുപാടിയ നമ്മുടെ സഹോദരങ്ങൾക്ക്, ഇന്റർനാഷണൽ പ്രസിഡന്റിന്, കൗൺസിൽ മെമ്പേഴ്സിനെ, പങ്കെടുത്തവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. ഒരിടം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ട് ഇപ്പോൾ ഔട്ട് ആവുന്നു. കർത്താവ് സഹായിക്കട്ടെ.